രാഹുൽ ഗാന്ധി സാധാരണ പ്രാദേശിക നേതാവിന്റെ കാര്യവിവരം പോലും ഇല്ല എന്നാണ് വസ്തുത. രാഹുൽ ഗാന്ധിയും ഇന്ത്യയിലെ കോൺഗ്രസും രാജ്യത്തെ BJPയുടെ B ടീമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. രാഹുൽ ഗാന്ധിയെ കുറിച്ച് മോശമായി സംസാരിച്ചാൽ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ഗുഡ് ബുക്കിൽ കയറും. മനസ്സിലായോ? നല്ല സർട്ടിഫിക്കറ്റ് കിട്ടും. അതിനുവേണ്ടി അവരുടെ മുന്നിൽ 90 ഡിഗ്രിയിൽ കുനിഞ്ഞാണ് ഈ മുഖ്യമന്ത്രി നിൽക്കുന്നത്. അമിത്ഷായും നരേന്ദ്രമോദിയും പറഞ്ഞാൽ ഏത് കടലാസിൽ ഒപ്പിട്ട് കൊടുക്കും. PM ശ്രീയിൽ ഒപ്പിട്ട് വന്നിട്ട് ഒപ്പിട്ട കാര്യം മറച്ചുവെച്ച് മന്ത്രിസഭാ യോഗത്തിൽ ഇരുന്ന കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. സ്വന്തം മന്ത്രിമാരെ പോലും കബളിപ്പിച്ചു. ഒപ്പിട്ടിട്ടാണ് അവിടെ വന്നിരിക്കുന്നത്. ഈ രാജ്യത്തെ കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാം, ഫാസിസത്തിനെതിരായി, ഏകാധിപത്യത്തിനെതിരായി, വർഗീയതയ്ക്കെതിരായി, നരേന്ദ്രമോദി സർക്കാരിനെതിരായി സന്ധിയില്ലാത്ത പോരാട്ടം നടത്തുന്ന നേതാവാണ് രാഹുൽ ഗാന്ധി. അദ്ദേഹത്തെ വേട്ടയാടുകയാണ്. അദ്ദേഹം പറഞ്ഞില്ലേ, 55 മണിക്കൂറാണ് അദ്ദേഹത്തെ ED ചോദ്യം ചെയ്തത്. എന്താ ധാരണ പുറത്താണോ? പിണറായി വിജയനോട് എനിക്ക് ചോദിക്കാനുള്ളത്, 55 മണിക്കൂർ ED സുഖമില്ലാത്ത സോണിയാഗാന്ധിയെയും ശ്രീ രാഹുൽ ഗാന്ധിയെയും ചോദ്യം ചെയ്തത് ഡീലായിരുന്നോ? പറയുമ്പോ സൂക്ഷിച്ച് നിങ്ങൾ പറയണം. നിങ്ങളായിക്കോ, നിങ്ങൾ അവരുടെ നല്ല പുസ്തകത്തിൽ കയറി ഈ കേസിൽ നിന്നെല്ലാം തലയൂരാൻ നോക്കിക്കോ. രാഹുൽ ഗാന്ധിയുടെ നേരെ വേണ്ട.